ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസർ ഇമ്പോർട്ടൻ്റ് MCQ പ്രോബ്ലം PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ഈ പാർട്ട് തൊട്ട് നോക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്? അപ്പോൾ താഴെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്, അതിലേതാണ് കറക്റ്റ് എന്നാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻ അക്കൗണ്ട് ഈസ് സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ആൻ ഐറ്റം. 2. The right hand side of the account are called debit side. 3. An account which represent an item of asset is called representative personal account. 4. An account relating to asset held in the name of the firm are called nominal account. 5. Capital account is a personal account. Goodwill account is a personal account. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകളാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റിലും നോക്കുമ്പോൾ അറിയാം. ആൻ അക്കൗണ്ട് ഈസ് സമ്മറൈസ്ഡ്, ഒരു അക്കൗണ്ട് എന്ന് പറയുന്നത് സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ ആൻ ഐറ്റം. നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലായത് എന്താണ്, ശരിയാണ്. അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സമ്മറൈസ്ഡ് റെക്കോർഡ് ഓഫ് ട്രാൻസാക്ഷനാണ്. ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്ത് റെക്കോർഡ് ചെയ്തിരിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അക്കൗണ്ട് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ പേഴ്സൻ്റെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റത്തിൻ്റെ ആവാം. നെക്സ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ഈസ് ഡെബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഡെബിറ്റ് സൈഡാണോ? റൈറ്റ് ഹാൻഡ് സൈഡ് ക്രെഡിറ്റ് സൈഡാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്, ആൻ അക്കൗണ്ട് വിച്ച് റെപ്രസെൻ്റ് ആൻ ഐറ്റം ഓഫ് അസറ്റ് ആർ കാൾഡ് റെപ്രസെൻറ്റേറ്റീവ് പേഴ്സണൽ അക്കൗണ്ട്. അപ്പോൾ നമുക്കൊരു ഐറ്റത്തിനെ അസറ്റിനെ നമുക്കൊരു പേഴ്സണൽ അക്കൗണ്ടായിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതെന്താ നാലാമത്തെ, ആൻ അക്കൗണ്ട് റിലേറ്റിംഗ് ടു ദ അസറ്റ് ഹെൽഡ് ഇൻ ദ നെയിം ഓഫ് എ ഫേം ആർ കാൾഡ് നോമിനൽ. നോമിനൽ അക്കൗണ്ട് എന്താണ്, അതിന് അസറ്റിൻ്റെ പേരിലുള്ളത് പേഴ്സണൽ അക്കൗണ്ടുകളല്ലേ, അത് തെറ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഒരു പേഴ്സൺ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. അപ്പോൾ അതെന്താണ്, ശരിയാണ്. ഗുഡ്വിൽ എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ അക്കൗണ്ടാണോ? അല്ല, അതൊരു നോമിനൽ അക്കൗണ്ടാണ്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതൊക്കെയാണ് വരുന്നത്? 1 ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട്, 5 ആണ് വരുന്നത്. അപ്പം ഓപ്ഷനിൽ A ആണ് വരുന്നത്, 1 5. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മിസ്റ്റർ Reddy Lal, a shop factory. A few transactions are and events are given below. State which of will be recorded in the books of his ബിസിനസ്. അപ്പോൾ താഴെ കുറച്ച് ഷൂ ഫാക്ടറി നടത്തുന്ന ഒരാളുടെ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. താഴെ ഒരു 8 ട്രാൻസാക്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ ബുക്കുകളിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്, പർച്ചേസ് എ മെഷീനറി ഫോർ ദ ഫാക്ടറിയിലേക്ക് ഒരു മെഷീനറി പർച്ചേസ് ചെയ്തു. 2 എന്താണ്, എ പെയർ ഓഫ് ഷൂസ് ടേക്കൺ ഹോം ഫോർ ഹിസ് സൺ. പേഴ്സണൽ വീട്ടിലേക്ക് സണ്ണിന് വേണ്ടി ഒരു പെയർ ഓഫ് ഷൂസ് ഫാക്ടറിയിൽ നിന്ന് എടുത്തു. അപ്പോയിൻറ്റഡ് ഗണേഷ് ആസ് ആൻ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻറ്റ്. ഗണേഷ് എന്ന് പറയുന്ന വ്യക്തിയെ അസിസ്റ്റൻ്റ് അക്കൗണ്ടൻ്റ് ആക്കി. 4 ബോറോഡ് 80,000 ഫ്രം സഫർ ഫോർ ബിസിനസ്. അപ്പം എന്താണ്, 80,000 ബോറോ ചെയ്തു ബിസിനസ്സിൽ നിന്ന്. ഹി പെയ്ഡ് സാലറി ഫോർ ഡൊമസ്റ്റിക് സർവൻസിന് വേണ്ടി സാലറി പേ ചെയ്തു. ദ പ്രൊഡക്ഷൻ മാനേജർ വാണ്ട്സ് ഓൺ മെഡിക്കൽ ലീവ് എടുത്തു. അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണോ? നമുക്ക് കേൾക്കുമ്പോഴേ അറിയാമല്ല എന്ന്. പിന്നെ എന്താണ് അവിടെ അടുത്തത് 7 പെയ്ഡ് വേജ് ഫോർ ദ മന്ത്ലി ഓൺ മേ ഓഫ് ദി ഫാക്ടറി വർക്കേഴ്സ്. 8 അപ്പോയിൻറ്റഡ് ബാലു ഷോപ്പ് ആൻഡ് കോ ആസ് എ ഡീലർ ഫോർ ഹിസ് ടൗൺ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് ബുക്സ് ഓഫ് അക്കൗണ്ടിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റുന്നത്? ആൻസർ വരുന്നത് 1 നമുക്ക് നോക്കാം. 1 നമുക്കൊരു പർച്ചേസ് ചെയ്തു മെഷീനറി, അത് നമുക്കൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. 2 എന്താണ്, ഷൂസ്
എന്താണ് ഷൂസ് നമ്മൾ എടുത്തു, പെയർ ഓഫ് ഷൂസ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എടുത്തു, അത് നമുക്കൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്. അടുത്ത 3 നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഒരു അക്കൗണ്ടൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്തു എന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. 4 8,000 രൂപ ബോറോ ചെയ്തു ബിസിനസ്സിൽ, അതൊരു ബിസിനസ് ട്രാൻസാക്ഷനാണ്, നമ്മൾ എടുക്കും. പിന്നെന്താ 5 നമ്മൾ ഡൊമസ്റ്റിക് സർവൻസിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്തു, അത് എടുക്കില്ല. 6 എന്താണ് മെഡിക്കൽ ലീവ് കൊടുത്തു, എടുക്കില്ല. 7 എന്താണ് പെയ്ഡ് വേജസ്, മന്ത്ലി വേജസ് ഫാക്ടറി വർക്കേഴ്സിന് കൊടുത്തു, അതെടുക്കും. 7ാമത്തത് എടുക്കും. അപ്പം 1 2 4 7 ഇത്രയും എന്ത് ചെയ്യാം? വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ്. അപ്പം 1 2 4 7 ഇത്രയും ട്രാൻസാക്ഷൻസ്, 1 2 4 7 ട്രാൻസാക്ഷൻസ് നമുക്ക് എവിടെ എടുക്കാൻ പറ്റും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. 3ാമത്തത് ഷോ ദ ഡ്യുവൽ എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. അപ്പോൾ എന്താണ് ഡ്യുവൽ ട്രാൻസാക്ഷൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഈ താഴെ തന്നിരിക്കുന്ന ഓരോ ട്രാൻസാക്ഷൻ്റെയും ഓരോ ട്രാൻസാക്ഷനും ഡ്യുവൽ ആസ്പെക്ട്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. 1ാമത്തെ ട്രാൻസാക്ഷൻ എന്താണ്? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹80,000. അപ്പോൾ അതിൽ വരുന്ന എന്താണ് ഡ്യുവൽ ആസ്പെക്ട്സ്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സും ക്യാഷുമാണ്. എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ പർച്ചേസ് ചെയ്യുമല്ലേ, അപ്പോൾ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് എന്ത് ചെയ്തു? നമ്മളതിൽ നിന്ന് പോയി കുറഞ്ഞു, ക്യാഷ് ഡിക്രീസസ്. 2 എന്താണ്? പർച്ചേസ്ഡ് എ ഡെലിവറി വാൻ ഓൺ ക്രെഡിറ്റ് ഫോർ ₹40,000. അപ്പോൾ അവിടെ എന്താണ് അസറ്റ് എന്ത് ചെയ്തു? നമുക്ക് ഒരു വാൻ നമ്മുടെ ഇതിലോട്ട് നമ്മൾ വാങ്ങിച്ചു കൂട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അസറ്റാണ് വാൻ എന്ന് പറയുന്നത്. അസറ്റ് ഇൻക്രീസ് ചെയ്തു, കടം എന്ത് ചെയ്തു? ക്രെഡിറ്റിനാണ് വാങ്ങിച്ചത്, കടം എന്ത് ചെയ്തു? കടവും കൂടി. അവിടുത്തെ എന്താണ് അസറ്റും കൂടി കടവും കൂടി, കടത്തിന് വാങ്ങിച്ചതുകൊണ്ട്. 3ാമത്തെ എന്താണ്? പെയ്ഡ് 5,000 ടു എ ക്രെഡിറ്റർക്ക് 5,000 രൂപ നമ്മൾ കൊടുത്തു. അപ്പോൾ എന്താ നമ്മുടെ കൊടുക്കാനുള്ള കടം കുറഞ്ഞു, ക്രെഡിറ്റർ ഡിക്രീസ് ചെയ്തു, ക്യാഷ് എന്ത് ചെയ്തു? കുറഞ്ഞു, ക്യാഷ് കയ്യിൽ നിന്ന് പോയി, ക്രെഡിറ്റ് എന്ത് ചെയ്യുകയും ചെയ്തു? കുറയുകയും ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ദ പ്രൊപ്പറേറ്റർ ടുക്ക് ₹2,000 ഫ്രം ബിസിനസ് ഫോർ പേഴ്സണൽ എക്സ്പെൻസസ്. അപ്പോൾ ഒരു പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടി ആ പ്രൊപ്പറേറ്റർ ഒരു ₹2,000 എടുത്തു, ക്യാപിറ്റലിൽ നിന്നാണ് എടുത്തത്. സോ ക്യാപിറ്റൽ ഒരു ആസ്പെക്റ്റാണ്, ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്തു, ക്യാഷും എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പം ഇത്രയാണ് അതിൽ വരുന്ന ഡ്യുവൽ ആസ്പെക്ട്സുകളാണ് ഓരോ ട്രാൻസാക്ഷനിലും, അത് ഇൻക്രീസ് ചെയ്തു ഡിക്രീസ് ചെയ്ത കാര്യങ്ങളാണ് അവിടെ നോക്കിയത്. നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യൻ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. According to business entity concept, owner's capital is the business to be considered as dash for the business. അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരം ഓണേഴ്സ് ക്യാപിറ്റൽ എന്താണ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം? ഒരു ലയബിലിറ്റിയാണ്. ആൻസർ ലയബിലിറ്റി. നെക്സ്റ്റ് ബി, എവരി ബിസിനസ് ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ എഫക്റ്റ് ഓൺ അസറ്റ് ആൻഡ് ഡാഷ് ഓഫ് ദ ബിസിനസ്. അപ്പം ഇവിടെ എന്താണ് ഇവിടെ പറയുന്നത്? എവരി ബിസിനസ് ട്രാൻസാക്ഷൻ, എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും ഡ്യുവൽ എഫക്റ്റുകളുണ്ട്. ഒരു അസറ്റും കാണും, പിന്നെ എന്തും കാണും ബിസിനസ്സിൽ? ലയബിലിറ്റിയും കാണും. സോ അസറ്റ് ആൻഡ് ലയബിലിറ്റി ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് സി, ആൻ അസറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ഡാഷ്. അപ്പോൾ ഒരു അസറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്ത് വാല്യൂവിലാണ് കാണിക്കുന്നത്? കോസ്റ്റ് വാല്യൂവിലാണ് നമ്മൾ കാണിക്കുന്നത്. ആൻ അസറ്റ് ഈസ് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് കോസ്റ്റ് വാല്യൂ. നെക്സ്റ്റ് ഡി, ദ സിസ്റ്റം ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ ബേസ്ഡ് ഓൺ ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ് ഈസ് കോൾഡ്. അപ്പോൾ ഒരു ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിന് എന്താ പറയുന്നത്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ് എന്നാണ് പറയുന്നത്. 5ാമത്തത്, ഫൈൻഡ് ദ മിസ്സിംഗ് എമൗണ്ട് ഓഫ് ദി ബേസിക് അക്കൗണ്ടിങ് ഇക്വേഷൻ. നമുക്ക് താഴെ തന്നിരിക്കുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻസിൽ മിസ്സിംഗ് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒന്നെന്താണ്? ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്? 40,000. ലയബിലിറ്റി എത്ര തന്നിട്ടുണ്ട്? 15,000. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാണ്? അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ. അപ്പോൾ എത്ര കിട്ടി? 55,000 കിട്ടി ആൻസർ. 2ാമത്തേത്, ക്യാപിറ്റൽ 65,000 തന്നിട്ടുണ്ട്, ലയബിലിറ്റി തന്നിട്ടില്ല, അസറ്റ് തന്നിട്ടുണ്ട് 80,000. അപ്പം നമുക്ക് അവിടെ എങ്ങനെ കണ്ടുപിടിക്കാം? അസറ്റിൻ്റെ 80,000 നിന്ന് 65,000 കുറയ്ക്കുമ്പം നമുക്ക് ലയബിലിറ്റി എത്ര കിട്ടി? 15,000 കിട്ടി. 3, ക്യാപിറ്റൽ തന്നിട്ടില്ല, ലയബിലിറ്റി 30,000 തന്നിട്ടുണ്ട്, അസറ്റ് 90,000 തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ്? 90,000 നിന്ന് 30,000 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ കിട്ടും 60,000. നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ,
The branch of accounting that assists in analyzing the expenditure for ascertaining the cost of various products manufactured or service rendered by the firm and fixing of prices. Option A, financial accounting. B, cost accounting. C, management accounting. ഡി, വോഗേജ് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിനെയാണ് പറയുന്നത്. അവിടെ നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുന്നത്? എക്സ്പെൻഡിച്ചറും കോസ്റ്റുകളും, മാനുഫാക്ചർ ഓഫ് പ്രോഡക്റ്റിൻ്റെ എക്സ്പെൻഡിച്ചറും കോസ്റ്റുകളും ഒക്കെ അനലൈസ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിന് പറയുന്ന പേരെന്താണ്? കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. ആൻസർ ബി, കോസ്റ്റ് അക്കൗണ്ടിങ്. 7, എ ഡാഷ് വുഡ് മോസ്റ്റ് ലൈക്ലി യൂസ് ആൻ എൻറ്റിറ്റീസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ടു ഡിറ്റർമിൻ വെദർ ഓർ നോട്ട് ദ ബിസിനസ് എൻറ്റിറ്റി ഈസ് എലിജിബിൾ ഫോർ എ ലോൺ. ഓപ്ഷൻ എ, ഡെറ്റർ. ബി, ക്രെഡിറ്റർ. സി, രജിസ്ട്രാർ. ഡി, റെഗുലേറ്ററി ഏജൻസീസ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താണ്? അവിടെ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ ബിസിനസ് എൻറ്റിറ്റിയുടെ ലോണിന് എലിജിബിൾ ആണോ എന്ന് നോക്കുന്നത് നമ്മൾ എന്ത് നോക്കിയിട്ടാണ്? അവരുടെ ക്രെഡിറ്റർ നോക്കിയിട്ടാണ്. ക്രെഡിറ്റർ വുഡ് ബി ലൈക്ക് ക്രെഡിറ്റൊക്കെ നോക്കിയിട്ടാണ് ഒരു ബിസിനസ് ഫേം ലോണിന് എലിജിബിൾ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നെക്സ്റ്റ് 8ാമത്തത്, in a quantitative characteristics of accounting, the information disclosed must be credible, verifiable by independent parties and use the same method of measuring and be neutral and faithful. Option A, relevance. B, reliability. C, understandability. B, comparability. അപ്പോൾ എന്താണ് ഇതൊരു അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇൻഫർമേഷൻ, എന്താണ് ക്രെഡിബിളോ വെരിഫയബിളോ ആണ്. അപ്പോൾ അതെന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനെ ക്രെഡിബിലിറ്റിയും വെരിഫയബിലിറ്റിയും ഉണ്ടാവുള്ളൂ. സോ ഓപ്ഷൻ എ ആൻസർ റിലവൻസ്. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ, വിഡ്രോവൽ ഓഫ് മണി ഓർ ഗുഡ്സ് ബൈ ഓണർ ഫ്രം ബിസിനസ് ഓർ പേഴ്സണൽ യൂസീസ്. ഒരു പ്രൊപ്പറേറ്റർ പേഴ്സണൽ യൂസിന് വേണ്ടി പൈസയോ ഗുഡ്സോ വിഡ്രോ ചെയ്യുന്നതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, ഡിസ്കൗണ്ട്. ബി, ഡ്രോയിങ്സ്. സി, സ്റ്റോക്ക്. ഡി, സെയിൽസ്. എന്താണ് ആൻസർ? ഡ്രോയിങ്സ്. നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ, ട്രാൻസാക്ഷൻ വിത്ത് മൾട്ടിപ്പിൾ ഡെബിറ്റ്സ് ആൻഡ് മൾട്ടിപ്പിൾ ക്രെഡിറ്റ്സ് ആർ കോൾഡ്. ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട്? കോമ്പൗണ്ട് വൗച്ചർ, കോംപ്ലക്സ് ട്രാൻസാക്ഷൻ, ജേണൽ വൗച്ചർ, ഡി ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ ആൻസർ എന്താണ്? കോംപ്ലക്സ് ട്രാൻസാക്ഷൻ ആണ്. മൾട്ടിപ്പിൾ ഡെബിറ്റ്സും മൾട്ടിപ്പിൾ ക്രെഡിറ്റും വരുന്നതുകൊണ്ട് അതൊരു കോംപ്ലക്സ് ട്രാൻസാക്ഷൻ ആണ്. 11, ഫ്യൂച്ചർ, ഫർണിച്ചർ, മെഷീനറി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഓപ്ഷൻ എ, ടാഞ്ചിബിൾ അസറ്റ്. ബി, ഇൻടാഞ്ചിബിൾ അസറ്റ്. സി, ഫ്ലോട്ടിംഗ് അസറ്റ്. ഡി, ഫിക്സഡ് അസറ്റ്. ഫർണിച്ചറും മെഷീനറി സ്റ്റോക്കൊക്കെ എന്താണ്? ഒരു ടാഞ്ചിബിൾ അസറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. 13, ദ ബുക്ക് ഇൻ വിച്ച് ഓൾ അക്കൗണ്ട്സ് ആർ മെയിൻറ്റൈൻഡ് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, ക്യാഷ് ബുക്ക്. ബി, ജേണൽ. സി, പർച്ചേസ് ബുക്ക്. ഡി, ലെഡ്ജർ. അപ്പോൾ എന്താണ്? എല്ലാ അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്തിലാണ്? ലെഡ്ജറിലാണ്. അപ്പം ആൻസർ ഏതാണ്? ഡി, ലെഡ്ജറാണ്. 14, എ പർച്ചേസ് ഓഫ് മെഷീനറി ക്യാഷ് ഷുഡ് ബി ഡെബിറ്റഡ് ടു. മെഷീനറി പർച്ചേസ് ചെയ്തു, ക്യാഷിന് പർച്ചേസ് ചെയ്തു. അപ്പോൾ എന്താണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ, ക്യാഷ് അക്കൗണ്ട്. ബി, മെഷീൻ അക്കൗണ്ട്. സി, പർച്ചേസ് അക്കൗണ്ട്. ഡി, നൺ ഓഫ് ദിസ്. നമുക്കറിയാം നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത് പർച്ചേസ് അക്കൗണ്ടാണ്. അപ്പോൾ ഓപ്ഷൻ അവിടെ മെഷീനറി ഉണ്ട്, പർച്ചേസ് എന്നല്ല. പർച്ചേസ് ഓഫ് മെഷീനറി എന്നായതുകൊണ്ട് ഓപ്ഷൻ ബി, മെഷീനറി അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പം പർച്ചേസ് ഓഫ് മെഷീനറി, അപ്പം മെഷീനറി അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. നെക്സ്റ്റ് 15ാമത്തത്, ക്യാഷ് വിഡ്രോ ബൈ പ്രൊപ്പറേറ്റർ ഷുഡ് ബി ക്രെഡിറ്റഡ് ടു. ഓപ്ഷൻ എ, ഡ്രോയിങ്സ് അക്കൗണ്ട്. ബി, ക്യാപിറ്റൽ അക്കൗണ്ട്. സി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡി, ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ എന്താ ക്രെഡിറ്റ് ചെയ്യുന്നത്? പ്രൊപ്പറേറ്റർ ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 16, ജേണൽ എൻട്രി ടു റെക്കോർഡ് സാലറി വിൽ ഇൻക്ലൂഡ്. ഓപ്ഷൻ എ, ഡെബിറ്റ് സാലറി ക്യാഷ് ക്രെഡിറ്റ്. ഡെബിറ്റ് ക്യാപിറ്റൽ ക്രെഡിറ്റ് ക്യാഷ്. ഡെബിറ്റ് ക്യാഷ് ക്രെഡിറ്റ് സാലറി. ഡെബിറ്റ് സാലറി ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എന്താണ് നമ്മൾ ജേണൽ എൻട്രി സാലറി വരുമ്പോഴത്തേക്കും ഡെബിറ്റ് സാലറി ക്രെഡിറ്റ് ക്യാഷ്. അപ്പം സാലറി അക്കൗണ്ട് അറ്റഡ് ടു ക്യാഷ് എന്നല്ലേ പറയുന്നത്. സോ ഓപ്ഷൻ എ. നെക്സ്റ്റ് 17, ജേണൽ എൻട്രി ടു റെക്കോർഡ് പേയ്മെൻറ്റ് ഓഫ് മന്ത്ലി ബിൽ വിൽ ഇൻക്ലൂഡ്. ഓപ്ഷൻ എ, മന്ത്ലി ബിൽ, ഡെബിറ്റ് മന്ത്ലി ബിൽ ആൻഡ് ക്രെഡിറ്റ് ക്യാപിറ്റൽ.
ബി ഡെബിറ്റ് ക്യാപിറ്റൽ ആൻഡ് ക്രെഡിറ്റ് ക്യാഷ്, ഡെബിറ്റ് മന്ത്ലി ബിൽ ആൻഡ് ക്രെഡിറ്റ് ക്യാഷ്, ഡെബിറ്റ് മന്ത്ലി ബിൽ ആൻഡ് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ എന്താണ്, നമ്മൾ മന്ത്ലി ബില്ല് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് ബില്ലിനെ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് ചെയ്യും. അപ്പം മന്ത്ലി ബിൽ ഡെബിറ്റ് അക്കൗണ്ട് എറ്റർ ടു ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ക്യാഷിനെയാണ്. സോ ഓപ്ഷൻ സി ഡെബിറ്റ് മന്ത്ലി ബിൽ ആൻഡ് ക്രെഡിറ്റ് ക്യാഷ്. 18 വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ഏതാണെന്ന്. 1 പോസ്റ്റിംഗ് വിൽ ബി റെക്കോർഡഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ദാറ്റ് ഹെൽഡ് ബി debited in journal. 2 the word by is written before the name of an account in the particular column while posting on the credit side of an account. 3 writing narration is necessary while posting the ledger account. Real account always shows debit balance. പ്രോസസ് ഓഫ് ജേർണലൈസിങ് ഈസ് കോൾഡ് പോസ്റ്റിംഗ്. അപ്പം നമുക്ക് അതിനകത്ത് ഓരോ ഓപ്ഷനും നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ എന്താണ് പറഞ്ഞേക്കുന്നത്, പോസ്റ്റിംഗ് വിൽ ബി മെയ്ഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ദാറ്റ് ഹാഡ് ഡെബിറ്റ്. ശരിയാണ്, ഡെബിറ്റ് ബാലൻസ് വരുന്നതിനെയൊക്കെ നമ്മൾ ജേണലിൽ ഡെബിറ്റായിട്ട് തന്നെയാണ് എഴുതുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നെക്സ്റ്റ് എന്താണ് രണ്ടാമത്തത് പറയുന്നത്, ബൈ എന്ന് പറയുന്നത് നമ്മൾ ദ വേർഡ് ബൈ ഈസ് റിട്ടൺ ബിഫോർ. ബൈ എന്ന് നമ്മൾ ബിഫോർ ഒരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു ബൈയും നമ്മൾ എഴുതും ഒരു ട്രാൻസാക്ഷന് എന്ത് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. നെക്സ്റ്റ് എന്താണ്, നറേഷൻ നെസസറി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ എന്തിൽ, ലെഡ്ജർ അക്കൗണ്ടിൽ. സോ ലെഡ്ജർ അക്കൗണ്ടിലല്ല, ജേണലിലാണ് നെസസറി. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പിന്നെന്താ പറയുന്നത്, നാലാമത്തത് റിയൽ അക്കൗണ്ടിന് എപ്പോഴും എന്ത് ബാലൻസ് ആണെന്നാണ് പറയുന്നത്, ഡെബിറ്റ് ബാലൻസ് ആണ്. ശരിയാണ്, റിയൽ അക്കൗണ്ട്സിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അഞ്ചാമത്തത് ജേണലൈസിങ് എന്ന് പറയുന്നത് പോസ്റ്റിങ്ങിനെയാണോ, അല്ല, ജേണൽ എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ഓഫ് ജേണലൈസിങ് ഈസ് കോൾഡ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുമ്പോഴാണ്. അപ്പം പ്രോസസ് ഓഫ് ലെഡ്ജർ ഈസ് കോൾഡ് പോസ്റ്റിംഗ് എന്നാണ്. അപ്പം ജേണലൈസിങ്, അപ്പം ലെഡ്ജർ, പോസ്റ്റിംഗ് അങ്ങനെയാണ് വരുന്നത്. സോ അഞ്ചാമത്തെ തെറ്റാണ്. ആൻസർ ഏതാണ്, 1, 2, 4 ശരി. സോ ഓപ്ഷൻ സി ആണ് ശരി. 19 സെയിൽ ഓഫ് ഗുഡ്സ് ടു രാകേഷ് ഫോർ ക്യാഷ് ഷുഡ് ബി ഡെബിറ്റഡ് ടു രാകേഷ് അക്കൗണ്ട്, ബി ക്യാഷ് അക്കൗണ്ട്, സി സെയിൽസ് അക്കൗണ്ട്, ഡി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്, സെയിൽ ഓഫ് ഗുഡ്സ് ടു രാകേഷ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാഷ് അക്കൗണ്ടിലോട്ടാണ് നമുക്ക് ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്ഷൻ ബി ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി ഷുഡ് ബി ഡെബിറ്റഡ് ടു. മെഷീനറി പർച്ചേസ് ചെയ്താൽ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്, മെഷീനറി അക്കൗണ്ട് മെഷീനറി അക്കൗണ്ടാണ്. ആൻസർ ഓപ്ഷൻ എ മെഷീനറി അക്കൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡെബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 20 ക്വസ്റ്റ്യനാണ് ഇന്നത്തെ പാർട്ടിൽ നമ്മൾ നോക്കിയത്. താങ്ക് യു.